മധ്യ തിരുവിതാംകൂറിലെ ഒരു പേരുകേട്ട കുടുംബമായിരുന്നു എട്ടുമങ്കൽ തറവാട്. ആ തറവാട്ടിലെ പുന്നൂസ് മുതലാളി നാട്ടിൽ പേരും പ്രശസ്തിയൊക്കെ ഉള്ള ഒരാളാണ്. എങ്കിലും അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. പുന്നൂസ് മുതലാളി വിവാഹം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞാണ് ഒരു മകൻ ജനിക്കുന്നത്. എന്നാൽ ആ മകൻ്റെ ജനിച്ചതിനോട് കൂടി ആ പുന്നൂസ് മുതലാളിയുടെ ഭാര്യ കിടപ്പിലായി. അവർ കുറച്ച് നാൾ അങ്ങനെ രോഗിയായി കിടന്നു. പണവും പ്രതാപവും പ്രശസ്തിയൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും വീടിൻ്റെ അവസ്ഥകൾക്കൊക്കെയും ഒരു മാറ്റമുണ്ടായി. അന്വേഷിക്കാനും കാര്യങ്ങൾ നോക്കുവാനും ഒക്കെയും പണമുള്ളതുകൊണ്ട് ധാരാളം പേര് ആ വീട്ടിൽ വരികയും ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുന്നൂസ് മുതലാളിയുടെ ഭാര്യ മരിച്ചുപോയി. പിന്നെ ഈ അപ്പനും മകനും മാത്രമായി. മകൻ പ്രായമായിക്കൊണ്ടേയിരുന്നു. മകനെ ശുശ്രൂഷിക്കുവാനും മകൻ്റെ കാര്യങ്ങൾ നോക്കുവാനും അവിടെ 2-3 വേലക്കാരെയാക്കി. പക്ഷേ മകൻ വളർന്നു കഴിഞ്ഞപ്പോൾ മകൻ്റെ സ്വഭാവത്തിന് ഒരു പ്രത്യേകത സാധാരണ എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു രീതിയല്ല. കാരണം ഒരു സ്വബുദ്ധി ഇല്ലാത്ത രീതിയിൽ കൂടി ഒരു മന്ദബുദ്ധിയെപ്പോലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് പുന്നൂസ് മുതലാളിയെ വളരെ വേദനിപ്പിച്ചു. അടുത്ത ബന്ധുക്കളും ഒക്കെയും താമസമുണ്ട്. അവരൊക്കെയും പറഞ്ഞു, അച്ചായൻ വേറൊരു വിവാഹം കഴിക്ക്, മകനെ നോക്കണ്ടായോ? പക്ഷേ ആ പുന്നൂസ് മുതലാളിക്ക് വേറൊരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് താല്പര്യമില്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, തൻ്റെ സ്വത്തുക്കൾ, തനിക്കിഷ്ടംപോലെ സ്വത്തുക്കളുണ്ടല്ലോ, പൂർവികന്മാർ ഉണ്ടാക്കി കൊടുത്ത സമ്പത്തുകളാണ്. അത് മറ്റൊരാൾ വന്ന് അനുഭവിക്കണമല്ലോ. ആ ഒരു പ്രയാസം അത് അനുഭവിക്കുന്നത് അത് പുന്നൂസ് മുതലാളിക്ക് അതങ്ങോട്ട് ഓർക്കാൻ കൂടി വയ്യായിരുന്നു. അതുകൊണ്ടാണ് വേറൊരു വിവാഹം കഴിക്കാതെ പുന്നൂസ് മുതലാളി മകനെയും ഒത്ത് ആ വീട്ടിൽ താമസിച്ചത്. എന്നാൽ മകൻ്റെ ഈ സ്വഭാവത്തിൻ്റെതായ വ്യത്യാസങ്ങളെ വളരെ പുന്നൂസ് മുതലാളിക്ക് വളരെ ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യും? മകൻ ഇങ്ങനെ ആയാൽ തൻ്റെ കാലം കഴിയുമ്പോൾ ഈ മകൻ്റെ കാര്യങ്ങൾ ആരും നോക്കും? അപ്പോൾ ആജ്ഞാനുവർത്തികളായ അനേക ആളുകൾ ആ വീട്ടിൽ വരുന്നുണ്ട് കാര്യങ്ങൾ നോക്കുവാനും. കാരണം പണം ധാരാളമുണ്ടല്ലോ, അതുകൊണ്ടാണ്. തന്നെയല്ല, ബാങ്കിൽ പണം ഇഷ്ടം പോലെയാണ്. ഇതെന്ത് ചെയ്ത് എങ്ങനെ ചെയ്യണമെന്നുള്ളതായ കാര്യങ്ങൾക്ക് പോലും ഈ പുന്നൂസ് മുതലാളിക്ക് അത് അതിനുള്ളതായ കാര്യങ്ങൾ നോക്കുന്നില്ല. എന്താണ് ഇത്രയും പണമുണ്ടല്ലോ, തൻ്റെ ഈ പണങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ പണങ്ങളൊക്കെ അനുഭവിക്കുവാൻ വേറൊരു സ്ത്രീയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് അനുഭവിക്കുമല്ലോ. അത് ഈ പുന്നൂസ് മുതലാളിക്ക് അങ്ങോട്ട് ഓർക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ആ വീടിൻ്റെ അപ്പോഴത്തെ ആ സ്ഥിതികൾ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മകൻ ഓരോ ദിവസവും കഴിയുമ്പോഴും ഈ മകൻ്റേതായ സ്വഭാവങ്ങൾ, അതായത് ഒരു ഭ്രാന്തമായ രീതിയിൽ രാത്രിയിൽ കിടന്ന് ബഹളങ്ങൾ വെക്കുക, അലയ്ക്കുക, കൂവുക, അത് വലിയൊരു പ്രശ്നമായി. നാട്ടിലൊക്കെ ഇതൊരു സംസാര വിഷയമായി. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ പുന്നൂസ് മുതലാളിക്ക് ഒരു നെഞ്ചുവേദന ഉണ്ടായിട്ട് ആ മനുഷ്യനും ആ രാത്രിയിൽ അവിടെ മരണപ്പെട്ടുപോയി. ആ മകൻ ഒറ്റയ്ക്കായി. ആ മകനെ നോക്കുവാൻ വേണ്ടി ബന്ധുക്കളൊക്കെയും പരിശ്രമിച്ചിട്ടും ഈ മകനെ അവർക്കൊന്നും കീഴ്പ്പെട്ടു കൊടുക്കാതെ ബഹളങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ വന്നവരും മടുത്തു. എന്ത് ചെയ്യും? കാരണം കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു ഭ്രാന്ത സ്വഭാവം, ഒരു വല്ലാത്ത ബഹളങ്ങൾ. ആർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. അവസാനം ആ മകനും മരണപ്പെട്ടുപോയി. ഇന്ന് ആ വീട് കാട് കയറി ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ. ഒത്തിരി സ്ഥലങ്ങളുണ്ട്, ഒത്തിരി റബ്ബർ എസ്റ്റേറ്റുകളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഇതിന്ന് ആര് അനുഭവിക്കും? ആർക്കും അനുഭവിക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് ആ വീടിൻ്റെ ആ സാഹചര്യം മാറി. ഇതെന്തൊരു ശാപമാണ്! ഇത് ശാപമാണോ? പൂർവികന്മാർ ചെയ്ത ശാപമാണോ ഇതിങ്ങനെ വരാൻ? ഒരു കുടുംബത്തിൻ്റെ തകർച്ചയാണ്. ആ കുടുംബത്തിലുള്ളവരെല്ലാം നഷ്ടപ്പെട്ടു. ഉള്ള സ്വത്തുക്കളൊന്നും അനുഭവിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ.